എങ്ങനെയെങ്കിലും നെതർലാൻഡ്സിലെ കോഴ്സിന് ചേർന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു അടുത്ത പ്ലാൻ. അതിനിടയ്ക്കാണ് എനിക്ക് ചേട്ടൻ്റെ ആലോചന വന്നതും. പുറത്തു പോയി പഠിക്കാൻ വേണ്ടത്ര പണം കണ്ടെത്താൻ ഞങ്ങൾ കണ്ടെത്തിയ മാർഗം മാത്രമാണ് ഈ കല്യാണം. മനസ്സിലാക്കാന്നറിയില്ല, പക്ഷെ ഈ സിനിമയിലെ കുറച്ച് സീനുകള് അതിന്റെ നായിക പറയുന്നുണ്ട് കാശുണ്ടാക്കുള്ള ഒരു വഴിയായിട്ടാണ് ഈ കല്യാണം കണ്ടതെന്ന്. പക്ഷെ ഈ പോലീസും മറ്റും കേസും കാര്യങ്ങളും വന്ന് കോടതിയിലും കാര്യങ്ങളും വന്ന് കേറുമ്പോ ഈ സ്ത്രീകളൊന്ന് ചിന്തിക്കണം, അപ്പുറത്തെ വീട്ടിലും ഒരു അച്ഛനുമുണ്ട്, ഒരു അമ്മയുണ്ട്, ചിലപ്പോ അയാൾക്ക് പെങ്ങന്മാരുണ്ടാവും, അവരെ കല്യാണം. ഹലോ ഹായ്, ഞാന് നിങ്ങളുടെ കാസിയാണ്. ഇന്ന് ഒരു പ്രത്യേക സബ്ജക്റ്റ്, ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിട്ടല്ല, കാരണം ഇന്നലെ രാത്രി ഞാൻ ഒരു സിനിമ കാണാനിടയായി, ആഭ്യന്തര കുറ്റവാളി എന്നൊരു സിനിമ. ഞാൻ ആ സിനിമനെ പറ്റി റിവ്യൂ അല്ലാതെ ഓഫ് കോഴ്സ് നല്ലൊരു മൂവിയാണ്. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല്, സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഭർത്താവിന്റെ അല്ലെങ്കിൽ വേറൊരു ആണിന്റെ ജീവിതം വെച്ച് കളിക്കുന്ന ഒരു സിനിമ. അപ്പൊ അത് എന്റെ ലൈഫും വേറെ കുറെ ബോയ്സിന്റെ ലൈഫായിട്ട് റിലേറ്റഡ് ആണെന്ന് തോന്നിയ കാരണം നിങ്ങളുടെ മുന്നിലേക്ക് ജസ്റ്റ് അതിന്റെ കുറച്ച് ഒരു സീന്, ആ സീനാണ് അതിൽ മെയിന്. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലൊന്ന് വിശദീകരിക്കുക. കാരണം ഓഫ് കോഴ്സ് എന്തായാലും ഇവിടെ വേട്ടയാടപ്പെടുന്ന ആണുങ്ങൾക്കും എന്തെങ്കിലും പറയാനുള്ള ഒരു അവസരമാണ് ഈ സിനിമ തന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതില് ഈ കഥ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഒരു കല്യാണം, ആ കല്യാണം കഴിഞ്ഞ് അവര് അധികം താഴെ താമസിക്കാതെ പിരിഞ്ഞു പോവുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. എന്നൊരു കേസ് കൊടുക്കുകയാണ് 498A. 498A എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങള് ആണുങ്ങൾക്കെതിരെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന നിയമമാണ് 498A. അതായത് പീഡിപ്പിക്കപ്പെട്ടു, വീട്ടിൽ വെച്ച് കല്യാണം കഴിഞ്ഞാലും അതിന് മുമ്പാണെങ്കിലും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ കൊടുക്കുന്ന കേസാണ്. ഇപ്പൊ ഒരു പെണ്ണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കേസ് കൊടുക്കുകയാണ്, ഇന്നെ പീഡിപ്പിച്ചു, ശാരീരികമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചു, സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ വിത്തൗട്ട് എവിഡൻസ്, ഒരു തേങ്ങ ഇല്ലാണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് നേരെ ആണുങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ പറയാനുണ്ടായ കാരണം അനുഭവം ഗുരുവാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാല് നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇപ്പൊ സ്ത്രീകളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും ഇപ്പൊ കേസുകൾ അതിൽ സത്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സത്യസന്ധമായ കേസുകൾ ഉണ്ടാവും. അവർക്ക് കിട്ടുന്ന നീതിയാണ് ഈ പെണ്ണുങ്ങള് ഇങ്ങനെ കള്ളക്കേസ് കൊടുത്ത് 498A തുടങ്ങിയ സ്ത്രീധന കേസുകൾ കാര്യങ്ങൾ കൊടുത്ത് ശരിയായ ഇരകൾക്ക് കിട്ടേണ്ട നീതിയാണ് ഇവര് ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പോ കോടതിയിലേക്ക് കേസ് എത്തുമ്പോ ജഡ്ജിനും കാര്യങ്ങൾക്കും എല്ലാവർക്കും അറിയാം ഇത് കള്ള കേസാണ്, ഇത് വെറുതെ വാശി തീർക്കാനാണ് അവിടെയുള്ള 99% ആൾക്കാർക്കും അറിയാം. പക്ഷെ എന്താ കേസ് എന്ന് വെച്ചാൽ ഒരു പെണ്ണ് പറയുമ്പോ അതിൽ ജെനുവിനിറ്റി ഉണ്ട് എന്ന് തോന്നുകയാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും കാര്യങ്ങൾക്കൊക്കെ. ഇപ്പോ എന്നോട് ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ വേറെ ആൾക്കെതിരെ ഒരു 498A അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ഫസ്റ്റ് വിചാരിക്കുക, 498A ഇവൻ അടിച്ചുണ്ടാവും, ഇടിച്ചുണ്ടാവും, പീഡിപ്പിച്ചിട്ടുണ്ടാവും എന്നൊരു ടോക്കാണ് അവിടെ വരുന്നത്. എന്നോട് ഇത് ആൾക്കാരോട് ചോദിക്കണ ഞാൻ കേട്ടിട്ടുണ്ട്, ശരിക്കും ചെയ്തിട്ടുണ്ടാ? ഇതൊക്കെ സീരിയലിലും സിനിമയിലും മാത്രം കണ്ട് പരിചയമുള്ള സീൻസും കാര്യങ്ങളും ഒന്നും നമ്മളെങ്ങനെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാന്നറിയില്ല. പക്ഷെ ഈ സിനിമയിലെ കുറച്ച് സീനുകള് അതിന്റെ നായിക പറയുന്നുണ്ട് കാശുണ്ടാക്കുള്ള ഒരു വഴിയായിട്ടാണ് ഈ കല്യാണം കണ്ടതെന്ന്. പക്ഷെ ഈ പോലീസും മറ്റും കേസും കാര്യങ്ങളും വന്ന് കോടതിയിലും കാര്യങ്ങളും വന്ന് കേറുമ്പോ ഈ സ്ത്രീകളൊന്ന് ചിന്തിക്കണം, അപ്പുറത്തെ വീട്ടിലും ഒരു അച്ഛനുമുണ്ട്, ഒരു അമ്മയുണ്ട്, ചിലപ്പോ അയാൾക്ക് പെങ്ങന്മാരുണ്ടാവും, അവരെ കല്യാണം. അവർക്കൊക്കെ ഇത് എങ്ങനെ എഫക്ട് ചെയ്യും അവരുടെ ലൈഫില്? ഇങ്ങനെ ഒരു ചോദ്യങ്ങളിലേക്കൂടെയാണ് ഈ സിനിമ പോകുന്നത്. ഞാൻ ഇന്നലെ കണ്ടത്, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയി ഈ സിനിമ കാണാൻ. കാരണം ഇപ്പോ ലക്ഷക്കണക്കിന് വരുന്ന ആണുങ്ങൾക്ക്
ബോയ്സിന് ഇപ്പൊ കോടതിയിൽ കയറി ഇറങ്ങി ഒരു ചോദ്യചിഹ്നം ഒരു പരിഹാസമായിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ആണുങ്ങളുടെ ഒരു ഇതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ മെയിൻ ആയിട്ട് ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോ എന്റെ ലൈഫിലാണെങ്കിൽ ഞാൻ കുറെ സംഭവങ്ങൾ കോടതിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതായത് ഈ സ്ത്രീകളാണെങ്കിൽ മക്കളെ വെച്ചിട്ടാണ് അവര് വിലപേശ. കോടതിയിൽ നിന്ന് വിധി വന്ന് കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കുട്ടികളെ കൊണ്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ പുറത്തേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോ അച്ഛന്റെ കൂടെ വിടൂല എന്ന് പറഞ്ഞ അവരെ കാറിന്റെ മുന്നിൽ കിടന്ന അമ്മയെ വരെ ലൈഫിൽ കണ്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ജീവിക്കാൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവകാശമുണ്ട്. ഇതിൽ പറയുന്നുണ്ട് ഇത്ര പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് ആണുങ്ങളുടെ എണ്ണം കൂടുതൽ. പക്ഷെ ആരും കണക്കെടുക്കാൻ അന്വേഷിക്കാൻ ഒന്നിനും പോകുന്നില്ല. കാരണം ഇവിടെ പീഡിപ്പിക്കപ്പെട്ടതും മരിച്ചതും ആണുങ്ങളാണ്. ഇത് ഞാൻ എന്താ കേസ് വെച്ചാൽ ഇതിൽ ഒരു സീൻ പറയുന്നുണ്ട്, ഇവന്റെ ജോലി പോകുന്ന ആകെ ചിലപ്പോ ടെമ്പററിയോ അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരനായിരിക്കും. പക്ഷെ കോടതി വിധി ഈ ശമ്പളത്തിന്റെ ഇത്ര ശതമാനം വൈഫായിരുന്ന പെണ്ണിന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോലും ഒരാഴ്ച പോലും നിൽക്കാണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് കേസ് കൊടുത്ത ഒരു പെണ്ണിന് ശമ്പളത്തിന്റെ ഇത്ര ശതമാനം കൊടുക്കാനാണ് വിധി. ഇതിൽ എവിടെയാണ് നിയമം? എവിടെയാണ് സ്ത്രീ സംരക്ഷണം എന്ന കാര്യങ്ങൾ ഇവരിപ്പോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഈ സംരക്ഷണം ആണുങ്ങൾക്കും വേണ്ടേ? ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഈ സിനിമയിൽ കാണിക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ 1 മിനിറ്റിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതില് വിശദമായിട്ട് ആദ്യം മുതലല്ല അതിൽ ആ പെണ്ണ് പറയാനുള്ളതും വക്കീല് പറയുന്നതും ആ നായകൻ പറയുന്നതും എല്ലാം അതിലൊന്നും പറയുന്നുണ്ട്. ഞാനൊന്ന് കാണിക്കാം, സൈഡിലുണ്ടാവും കേട്ടോ. ഇവിടെ കിട്ടി, ഒന്ന് നോക്കിക്കോട്ടാ. എങ്ങനെയെങ്കിലും നെതർലാൻഡ്സിലെ കോഴ്സിന് ചേർന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു അടുത്ത പ്ലാൻ. അതിനിടയ്ക്കാണ് എനിക്ക് ചേട്ടൻ്റെ ആലോചന വന്നതും. പുറത്തുപോയി പഠിക്കാൻ വേണ്ടത്ര പണം കണ്ടെത്താൻ ഞങ്ങൾ കണ്ടെത്തിയ മാർഗം മാത്രമാണ് ഈ കല്യാണം. The statement may be noted and recorded, Your Honor. That's all, Your Honor. ഓപ്പോസിറ്റ് കൗൺസിൽ, എന്നിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും എന്റെ കക്ഷി ഈ വിവരങ്ങൾ മറച്ചു വെച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു, യുവർ ഓണർ. സഹദേവ, എന്താണ് തന്റെ തീരുമാനം? സാറേ, ഈ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ആ സ്വർഗം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ജനിച്ചു വീണ സാഹചര്യങ്ങളാണ് നയനെ ഇങ്ങനെ ആക്കിയെന്ന് പറയുമ്പോഴും അനുഭവങ്ങളുടെ ഭാണ്ഡവും പേറി മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായി കേട്ടല്ലോ. ഞാൻ 1 മിനിറ്റിലുള്ള വീഡിയോ ഇതിന്ന് തപ്പിപ്പിടിച്ചതാണ്. നിങ്ങൾ എല്ലാരും കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് കാണുക. കാരണം ഇതിൽ കുറെ മെസ്സേജുകള്, കുറെ ഇതാണ് അറിയാത്ത കുറെ ആൾക്കാർക്കുള്ള കുറെ നിയമങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് സീൻസ് ഉണ്ട്. കാരണം സ്വന്തം കിടപ്പാടം വരെ പോകുന്ന ഒരു കയറിൽ ജീവിതം അവസാനിച്ച ഒരു വാപ്പ, പിന്നെന്താണ് കുട്ടീനെ കാണാൻ അനുകൂല വിധി ഉണ്ട് എന്നിട്ട് പറയണ അച്ഛന് ഭ്രാന്താണ്, അച്ഛൻ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കാണുമ്പോ കരയുന്ന കുട്ടി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ സ്ത്രീകള് നിയമത്തെ ശരി വേണ്ട, വേണമെങ്കിൽ പൊക്കോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോ, ടാറ്റ ബൈ ബൈ, അത്രേ പറയാനുള്ളൂ. പക്ഷെ കള്ള കേസ് കൊടുത്ത് ആ ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഇപ്പൊ അയാളുടെ ഇരയുണ്ടല്ലോ ആണുങ്ങള്, അയാളുടെ ജീവിതം, അയാളുടെ ജോലി, അയാൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ എന്തോ ഒരു സാധനം പോകുന്നുണ്ട് ഒച്ച. എന്താ കേസ് വെച്ചാല് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് സ്ത്രീകൾ മുതലെടുക്കുന്ന ഇപ്പൊ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോ അതില് 100-ല് ചിലപ്പോ ഒരു 50% 60% ശരിയായിരിക്കാം. പക്ഷെ ബാക്കിയുള്ളതൊക്കെ കള്ളക്കേസ് അന്ന് പൊതുവെ എന്റെ അനുഭവത്തിൽ നിന്നും ബാക്കിയുള്ളവരുടെ അനുഭവത്തിൽ നിന്നും എല്ലാവർക്കും ജഡ്ജിനും കാര്യങ്ങൾക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് എന്താ പെണ്ണ് പറഞ്ഞതിന് വിധി അങ്ങോട്ട് വരികയാണ്. അതിലെന്ത് സംരക്ഷണമാണ് ആണുങ്ങൾക്ക് ബോയ്സിന് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല.
ഞാൻ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇയാൾ എന്തിനാ ഇതൊക്കെ വന്ന് പറയണെന്ന്. കാരണം ഒരു ഇതിലൂടെയൊക്കെ കടന്നു പോയപ്പോ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പറയാ എന്താ കേസ് എന്ന് വെച്ചാല് ഇര എന്ന് ഇരവാദം സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഇരവാദമുണ്ട്. അപ്പൊ ആളുടെ വീട്ടിലും അച്ഛനുണ്ട്, അമ്മയുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുണ്ട്, ജോലി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പെണ്ണ് കേസ് കൊടുത്താൽ ഇതിനൊന്നും ഒരു തീരുമാനം ഇല്ലാണ്ട് പോവാണ് ആളുടെ ലൈഫ്. ചിലപ്പോ മനസ്സിന് അത്രയും കട്ടിയില്ലാത്തൊരു കയറുമ്പോ നേരെ തൂങ്ങും. അവർക്കൊന്നും നോക്കാനില്ല, ഇനി എന്തൊന്നും നോക്കാന്, നേരെ കയറുമ്പോ തൂങ്ങുന്ന കാര്യങ്ങൾ കഴിഞ്ഞു. ആ രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്താ പറയുന്നത് വെച്ചാല് ഇങ്ങനത്തെ കള്ളക്കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ സ്ത്രീകളോടാണ് ആദ്യം നിങ്ങൾ കാര്യം പറഞ്ഞോ, ഞങ്ങൾക്ക് ഇതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. കാശുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തന്ന് തീർത്ത് പോട്ടെ. എന്തിനാണ് നിങ്ങൾ വെറുതെ കള്ളക്കേസ് കാര്യങ്ങൾ, പീഡനം കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കേസ് മാറി വേറെ ലെവലിലേക്ക് പോയി. പിന്നെ ആണുങ്ങളോട് പറയാനുള്ള മനസ്സിൽ ഇത്തിരി സ്ട്രോങ് ആക്കുക. കാരണം കുട്ടികളെ കാണിക്കാണ്ട് ഏറ്റവും വലിയ ആയുധമാണ് സ്ത്രീകൾ. കുട്ടികളെ കാണിക്കാണ്ട് അവിടെ വെക്കും, വേണ്ട കാണണ്ട, കുട്ടികൾ ഇന്റേതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ പോയ ആളാണ് ഞാനും, പോകുന്ന ആളാണ് ഞാനും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആണുങ്ങളാണെങ്കിൽ ഇത്തിരി മനസ്സ് കല്ലാക്കി വെക്കുന്നിടത്ത് കല്ലാക്കി വെക്കുക. കുട്ടികളല്ല കുറച്ച് കഴിഞ്ഞാൽ വരും, ആ രീതിയിൽ പോവുക. കാരണം ഈ സിനിമയിൽ ഒരു സീനുണ്ട്, നമുക്ക് സ്വന്തം കുട്ടീനൊന്ന് കാണാൻ പറ്റാണ്ട് കളിപ്പാട്ടായിട്ട് വന്ന് കരയുന്ന ഒരു അച്ഛൻ. അതൊക്കെ കണ്ടപ്പോ ഞാന് എന്റെ ഒരു രീതിയിലൂടെയാണ് ഞാൻ പോയത്. അപ്പൊ എന്താ പറയണെന്ന് വെച്ചാല് സിമ്പിൾ, ആഭ്യന്തര കുറ്റവാളി. ഈ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുമ്പോ കുറ്റം ചെയ്തിട്ട് കുറ്റവാളി ആയവരല്ല, കള്ളക്കേസിലൂടെ കുറ്റവാളി ആയ ആണുങ്ങളാണ്. അപ്പൊ അതൊന്നും എല്ലാരും മനസ്സിലാക്കുക. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാവരും ഈ സിനിമ ഒന്ന് കാണട്ടോ. എന്നിട്ട് ലൈഫിലേക്ക് ഇറങ്ങുന്നവരാണെങ്കിൽ ലൈഫിലേക്ക് ഇറങ്ങി ഇമാതിരി പണി കെട്ടിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഈ സിനിമ ഒന്ന് കാണുന്നതിൽ ഒരു കുഴപ്പമില്ല, നല്ലതാണ്, ഒരു ആശ്വാസം കിട്ടും. കാരണം നമുക്ക് വേണ്ടി പറയാൻ ആൾക്കാരുണ്ടല്ലോ എന്നൊരു സന്ദേശം കിട്ടും. അപ്പോ അടുത്ത സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് വരെ